പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലപ്പുഴ ആറാട്ടുപുഴയിൽ യുവാവിന് ആൾക്കൂട്ടമർദ്ദനം. നാട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ടേ ഇപ്പോൾ ആൾക്കൂട്ടമർദ്ദനം ഒരു ഫാഷനായി മാറുക. പാലക്കാട്ട്, കോഴിക്കോട്ട്, ദാ ഇപ്പോൾ ആലപ്പുഴയിൽ കാൽനട യാത്രക്കാരനെ കാർ ഇടിച്ചതിന്റെ പേരിലായിരുന്നു മർദ്ദനം. നല്ലാണിക്കൽ സ്വദേശി അനുവിനാണ് മർദ്ദനമേറ്റത്. കാറും തല്ലി തകർത്തു. 11 പേർക്കെതിരെ തൃക്കുന്നപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഈ ആൾക്കൂട്ടമർദ്ദനം ഒരു പകർച്ചവ്യാധി പോലെ പടരുകയാണ്. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക്, കോഴിക്കോട് നിന്ന് ഇപ്പോൾ ആലപ്പുഴയിലേക്ക്. ഇതെന്താ സംഭവം ശരത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. ആലപ്പുഴ ആറാട്ടുപുഴയിൽ ആണ് ഈ സംഭവം. അതായത് വീട്ടിലേക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി കാറിൽ പോവുകയായിരുന്നു അനു. അങ്ങനെ കാറിൽ പോകുന്നതിനിടെ ആറാട്ടുപുഴ AC പള്ളിക്ക് സമീപത്തെത്തി വെച്ച് കാറിന്റെ ഇടത് സൈഡിലെ മിറർ കാൽനട യാത്രക്കാരനെ തട്ടി. ഉടൻ തന്നെ കാൽനട യാത്രക്കാരൻ നിലത്ത് വീണു. ഇത് കണ്ട അനു ഇത്തരത്തിൽ കാറ് റോഡരികിൽ നിർത്തുകയും ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയുമായിരുന്നു. പക്ഷേ തൊട്ട് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് ഈ അനുവിനെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. അതായത് കണ്ണിനും തലയ്ക്കും ഉൾപ്പെടെ മർദ്ദനമേറ്റിട്ടുണ്ട്. തലയ്ക്ക് കമ്പിവടി കൊണ്ടടക്കം മർദ്ദിച്ചു എന്നുള്ളതാണ് അനു പോലീസിൽ നൽകിയ മൊഴി. മാത്രമല്ല കണ്ണിനേറ്റ പരിക്കും സാരമാണ്. അതായത് കണ്ണിന്റെ കാഴ്ചശക്തിയെ പോലും ബാധിക്കുന്ന രീതിയിൽ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടിൽ നടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉടൻ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടാൻ സാധിച്ചു. അതായത് ഈ സംഭവം നടന്ന് ഇത്തരത്തിൽ ആക്രമിച്ചതിന് പിന്നാലെ ഈ അനുവിന്റെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തി ഇനി മർദ്ദിക്കരുതെന്ന് അപേക്ഷിച്ചു. പക്ഷേ ഈ അക്രമി സംഘം അതിന് തയ്യാറായില്ല, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. പിന്നീടും ആക്രമണം തുടർന്ന് പോലീസ് ഈ സംഭവം അറിഞ്ഞ് അവിടെ എത്തിയതോടുകൂടിയാണ് ഇവർ ഇത്തരത്തിൽ പിന്മാറാൻ തയ്യാറായത്. പിന്നീട് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അനുവിനെ ആശുപത്രിയിൽ പോലും എത്തിക്കാൻ സാധിച്ചത്. ആ രീതിയിൽ അത്രത്തോളം നേരം ഇത്തരത്തിൽ അനു ചോര ഒലിപ്പിച്ചുൾപ്പെടെ ഈ റോഡരികിൽ നിൽക്കേണ്ടി വന്നു. മാത്രമല്ല ക്രൂരമായ മർദ്ദനത്തിനും ഇരയായി എന്നുള്ളതാണ്. ഈ കമ്പിവടിയും കല്ലുൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ തൃക്കുന്നപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാലറിയുന്ന ആളുകൾ ഉൾപ്പെടെ 11 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞെട്ടിക്കുന്ന കാര്യമാണ്. ആൾക്കൂട്ടമർദ്ദനത്തിന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റിയ, പുരോഗതി നേടിയ, സംസ്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ലക്ഷണമേ അല്ല എന്നുള്ളതാണ്. അതിനകത്തൊരു വല്ലാത്ത വന്യതയുണ്ട്, ക്രൂരതയുണ്ട്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നയാളെ ഇരയായിട്ട് അയാളെ അവസാനം വരെയും കൊല്ലാനുള്ള ഒരു പകയുണ്ട്.